സഹോദരങ്ങളെ, ഈ കൊടും ക്രിമിനലായ രക്തദാഹി 2019 ഒരാളെ കൊലപ്പെടുത്തി ജയിലിൽ പോയി ജാമ്യത്തിനിറങ്ങിയതാണ്. ഇപ്പോൾ വീണ്ടും 2 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇയാളുടെ ചുറ്റും താമസിക്കുന്ന മനുഷ്യരുടെ കൊല്ലാനുള്ളൊരു പട്ടിക ഈ ക്രിമിനലിൻ്റെ കയ്യിലുണ്ട് എന്നാണ്. കുറേ ആളുകളെ ഇനിയും ഇയാൾ കൊല്ലും എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഇയാൾ പറയുന്നത് നോക്കൂ, ഇനിയും കൊല്ലും, ഭാര്യയെയും മകളെയും ഒരു പോലീസുകാരനെയും കൊല്ലും എന്നാണ്. നാട്ടുകാർ മുഴുവനും ഇയാളെ സംബന്ധിച്ചുള്ള ഭീതിയിലാണ്. നാട്ടുകാരുടെ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. നമ്മുടെ ഭാര്യയെ അടക്കം വെട്ടിക്കൊല്ലുമ്പോഴത്തല്ലേ ഞങ്ങൾ വീട് മാറിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പുറത്തെ നീല വീട്ടിലെ സ്ത്രീനെയും കൂടി കൊല്ലണമെന്ന് വരുന്നുണ്ട്. മറവിൽ നിന്നിട്ട് വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഏതായാലും ഒരു കേസാണ്. അവൻ പറഞ്ഞിട്ടുള്ളത് ഒരാളിനെ കൊന്നാലും 10 ആളിനെ കൊന്നാലും ഒരേ കേസാണ്. 2 മനുഷ്യന്മാരെ വെട്ടിക്കൊലപ്പെടുത്തി അവർ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് രസിക്കുകയാണ് ഇയാൾ. യാതൊരു മനസ്താപവും ഇയാൾക്കില്ല. 100 കൊല്ലം വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോളൂ, ഞാൻ ഇനിയും കൊല്ലുമെന്നാണ് ഈ ക്രിമിനൽ പറയുന്നത്. അടിമുടി അന്ധവിശ്വാസിയാണ് ഇയാൾ. ഇയാളുടെ കുടുംബ പ്രശ്നത്തിനുള്ള കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് എന്ന് ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചു അത്രേ. അന്ധവിശ്വാസങ്ങളുടെ സ്വാധീനം നമ്മുടെ നാട്ടിൽ, അന്ധവിശ്വാസങ്ങൾ മനുഷ്യരെ എവിടെ എത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണിത്. അത് വിശ്വസിച്ച് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ ഒരു സ്ത്രീയെ ഇയാൾ 2019 വെട്ടിക്കൊലപ്പെടുത്തി. എന്നിട്ട് ജയിലിൽ പോയി ജാമ്യത്തിനിറങ്ങി. ഇപ്പോൾ വീണ്ടും 2 പേരെ കൊലപ്പെടുത്തി. മാത്രമല്ല, ഇയാൾ നിയമത്തെയും നിയമ സംവിധാനത്തെയൊക്കെ വെല്ലുവിളിക്കണം. എന്നെ ശിക്ഷിച്ചോളൂ, ഞാൻ ഇനിയും കൊല്ലും, ഇനിയും എൻ്റെ ലിസ്റ്റിൽ പലരെയും കൊല്ലാനുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ അവസ്ഥ. ജീവൻ എന്ത് വിലയാണുള്ളത്, ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്, മനുഷ്യ ജീവന് എന്ത് വിലയാണുള്ളത് ആലോചിക്കേണ്ടതില്ലേ? പലപ്പോഴും ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങൾ പ്രാകൃതമാണെന്ന് പരിഹസിച്ച് പോസ്റ്റിടുന്ന, അതിനെ സംബന്ധിച്ച് പരിഹാസവാക്കുകൾ പറയുന്ന ആളുകളുടെ കണ്ണു തുറക്കേണ്ട ഒരു സംഭവമാണിത്. ആദ്യം ഒരാളെ കൊന്നു, പിന്നെ ഇപ്പോൾ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തി, ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നമല്ലാതെ വിലസുന്ന ഈ കുറ്റവാളിയെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്, നിരീക്ഷിക്കേണ്ടതുണ്ട്. വലിയ പാഠമുണ്ട് ഇതിൽ. വിശുദ്ധ ഖുർആനിൽ ശിക്ഷാ നിയമങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു വചനമുണ്ട്. ആ വചനം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. എത്ര പ്രസക്തമാണത്, എത്ര മാനവികമാണത്, മനുഷ്യന് എത്ര സുരക്ഷ നൽകുന്ന വചനമാണത്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 179-ാമത്തെ വചനം. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. എന്താണ് പറയുന്നത്? ഖിസാസിൽ, പ്രതിക്രിയയിൽ മനുഷ്യരെ, നിങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പുണ്ട്. അതായത് കൊന്നവനെ അവന് കൊല്ലുകയും അതല്ലെങ്കിൽ കൊലയാളിക്ക് വധശിക്ഷ നടപ്പിലാക്കുമ്പോഴാണ് ഇവിടെ ജീവൻ നിലനിൽക്കുന്നത്. ജീവൻ കൊഴിഞ്ഞു പോകുന്നതിൽ നിന്ന് തടയാനാകുന്നത് മനുഷ്യനിവിടെ സുരക്ഷിതത്വത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നത് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. എത്ര സത്യമാണത് അല്ലേ? എത്ര സത്യമാണ്. 2019 കൊല ചെയ്ത് ഇയാൾ ജയിലിൽ പോയതാണ്. പിന്നെ ജാമ്യത്തിന് ഇറങ്ങിയതുകൊണ്ടാണ് വീണ്ടും 2 പേരെ കൊല ചെയ്തു, ഇനി ആരൊക്കെയാണ് ഇയാൾ കൊല്ലുക എന്ന് പറയാൻ കഴിയില്ല. ആലോചിച്ച് നോക്കൂ, എത്ര കൃത്യമാണ്. എന്നാൽ ഇന്ന് നടക്കുന്നത് എന്താണ്? ആർക്കും ആരെയും കൊല്ലാം. കൊന്നു കഴിഞ്ഞാൽ എന്താണ്? സർക്കാരിൻ്റെ ചെലവിൽ ജയിലിൽ കഴിയാം. അവിടെ ഭക്ഷണം, താമസം, ചികിത്സ അതൊക്കെ സർക്കാരിൻ്റെ ചെലവിലാണ്. വേണമെങ്കിൽ കൂലി കിട്ടുന്ന ജോലിയും ജയിലിൽ കിട്ടും. പിന്നെ എത്ര കാലം വേണമെങ്കിലും ജയിലിൽ കഴിഞ്ഞൂടെ? ഇതാണ് പലപ്പോഴും പല കുറ്റവാളികളുടെയും മനസ്സിൽ ഉള്ളത്. ഇപ്പം ഈ കുറ്റവാളി തന്നെ ഇതാണ് പറഞ്ഞത്. ഇയാളുടെ സഹോദരൻ്റെ പ്രതികരണം നമുക്ക് കേൾക്കാം, ഒന്ന് കേട്ടു നോക്ക്. സറണ്ടറായിട്ട് ജയിലിൽ പോയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർ ഓരോ ജയിലും ഉണ്ട്, എല്ലാ ജയിലാണെന്ന് നോക്കിയാൽ കേരളത്തിൽ മൊത്തം എനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അവിടേക്ക് പോവുകയാണ്, അവിടെ സമാനത്തെ ആഹാരം കൊണ്ട് സമാധിയിരിക്കുകയും ചെയ്യുക. ഇത്തരം ചിന്താഗതികൾ വീണ്ടും വീണ്ടും കൊലപാതകത്തിലേക്കും ക്രൂരകൃത്യങ്ങളിലേക്കും മനുഷ്യരെ നയിക്കുകയാണ്. എന്നാൽ ഇത്തരം സംഗതികൾ ചെയ്തവന് ഇവിടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല. അവൻ കൊല്ലപ്പെടും എന്ന ഒരു ബോധം മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കൊല ചെയ്യുമ്പോൾ 100 വട്ടം അവൻ ചിന്തിക്കും, 1000 വട്ടം അവൻ ആലോചിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഈ പ്രഖ്യാപനം എത്രമാത്രം സത്യസന്ധമാണ്. ആലോചിക്കൂ നിങ്ങൾ. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, പ്രതിക്രിയയിൽ മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള ശിക്ഷാ സംവിധാനം നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ സമൂഹത്തിന് സുരക്ഷ ഉണ്ടാവുള്ളൂ, സമാധാനമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾക്ക് കണ്ണു തുറക്കാൻ ഇത്തരം സംഭവങ്ങൾ ഒരു പാഠമാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.